നമസ്കാരം, വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2025 നവംബർ 26 രാവിലെ 11:23 AM ശുക്രൻ വൃശ്ചികം രാശിയിലേക്ക് രാശി മാറുകയാണ്. അപ്പോൾ അത് ഏകദേശം ഡിസംബർ 20 വരെ ആ രാശിയിൽ തുടരും. അപ്പോൾ ഏതൊക്കെ രാശിക്കാർക്ക് നേട്ടങ്ങളുണ്ടാവും എന്നൊന്ന് നോക്കാം. പിന്നെ ഈ ജ്യോതിഷം പറയുന്നതിന് ദക്ഷിണ കൊടുക്കുന്ന ഒരു ആചാരമുണ്ട്. പണമായിട്ട് ഞങ്ങൾ ദക്ഷിണ ചോദിക്കുന്നതിന് പകരം ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് ഞാൻ മറുപടി പറയുന്നതാണ്. പക്ഷേ വാട്സാപ്പിൽ മാത്രം. ദയവേത് ഫോൺ വിളിക്കരുത്. പകരം വാട്സാപ്പിൽ മെസ്സേജ് അയച്ച് നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കാം. എൻ്റെ വാട്സാപ്പ് നമ്പർ 9847291363. അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്, ശുക്രൻ ഒരു രാശിയിൽ നിൽക്കുമ്പോൾ 9 രാശിക്കാർക്ക് നേട്ടമാണ്, ഡയറക്റ്റായിട്ട് നേട്ടമാണ്. എങ്കിലും ഞങ്ങളിവിടെ 3 രാശിക്കാരുടെ കാര്യമാണ് പറയുന്നത്. കാരണം ശുക്രൻ മാത്രം അനുകൂലമായിട്ട് കാര്യമില്ല, മറ്റ് ഗ്രഹങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൂടിയെങ്കിൽ പരമാവധി നേട്ടങ്ങൾ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ പരമാവധി നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന 3 രാശിക്കാരെക്കുറിച്ച് മാത്രമാണ് ഇതിൽ പറയുന്നത്. പിന്നെ ശുക്രൻ ഒരു ശുഭഗ്രഹമാണ്. 3 രാശിയിൽ അത് ഡയറക്റ്റായിട്ട് ഗുണം തരില്ല. എങ്കിലും ശുഭഗ്രഹമായതുകൊണ്ട് വലിയ ദോഷമൊന്നും സംഭവിക്കില്ല. നമുക്ക് നോക്കാം ഏതൊക്കെ രാശിക്കാർക്കാണ് ഏറ്റവും കൂടുതൽ നേട്ടമില്ലാത്ത ആരുമില്ല. എല്ലാവർക്കും ധനവരമൊക്കെ ഉണ്ടാവും. പക്ഷേ എങ്കിലും അല്പം സ്പെഷ്യലായിട്ട് കൂടുതലായിട്ട് ശുക്രൻ അനുഗ്രഹിച്ച് തകർക്കുന്ന രാശിക്കാരൊക്കെയാണെന്ന് നോക്കാം. പിന്നെ ശുക്രൻ അനുഗ്രഹിക്കുമ്പോൾ കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഏകദേശം നിങ്ങൾക്ക് അറിയാം, ഊഹിക്കാം. ഓക്കെ, പ്രധാനമായിട്ടും വിവിധ സ്രോതസ്സിൽ നിന്നുള്ള ധനവരവ്, ഇത് കൂടാതെ ഭൗതിക സുഖങ്ങൾ, വീട്, വാഹനം, നല്ല ആഹാരം, നല്ല വസ്ത്രം, അതുപോലെ തന്നെ കലാസാഹിത്യ രംഗങ്ങളിലൊക്കെ നേട്ടം, ഉയർച്ചയൊക്കെ പ്രദാനം ചെയ്യും ശുക്രൻ. അപ്പോൾ ഇവിടെ പറയുന്ന 3 രാശിക്കാരെന്ന് പറയുമ്പോൾ ആ രാശിക്കാർക്ക് മറ്റ് ഗ്രഹങ്ങളുടെയൊക്കെ അനുകൂല ഫലം ഉണ്ടായതുകൊണ്ടാണ് കൂടുതൽ നേട്ടം വരുമെന്ന് ഞങ്ങൾ പറയുന്നത്. ആ രാശിക്കാർ ആദ്യം ഞങ്ങൾ പറയുന്നത് കന്നി രാശിയാണ്. കന്നി രാശി എന്ന് പറയുമ്പോൾ ഉത്രം അവസാനം 3 പാദം, അത്തം, ചിത്തിര ആദ്യ 2 പാദം. കന്നി രാശിക്കാർക്ക് ശുക്രൻ നവംബർ 26 വൃശ്ചികം രാശിയിൽ രാവിലെ 11:23 AM രാശി മാറുമ്പോൾ കന്നി രാശിക്ക് ഈ പറയുന്ന അന്നത്തെ ദിവസത്തെ ഗ്രഹനില അനുസരിച്ച് തന്നെ ചന്ദ്രനെ കൂടാതെ 7 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് പ്രത്യേകം വീഡിയോ ചെയ്യേണ്ടി വരും. അത് ഈ നവംബർ 26 അടുപ്പിച്ച് ഞാൻ പ്രത്യേകം വീഡിയോ ചെയ്യാം. കന്യാരാശിക്കാർക്ക് പ്രത്യേകം നേട്ടങ്ങൾ വരികയാണ്. കന്യാരാശി എന്ന് പറയുമ്പോൾ അറിയാമല്ലോ. എനിവേ 7 ഗ്രഹങ്ങൾ. അപ്പോൾ ചന്ദ്രനും കൂടെ അനുകൂലമായിട്ട് വരുമ്പോൾ ആ കാലയളവിൽ 8 ഗ്രഹങ്ങൾ വരെ അനുകൂലമായിട്ട് വരും. അപ്പോൾ കന്യാരാശിക്കാർക്ക് ശുക്രൻ മാത്രമല്ല, നിരത്തി പിടിച്ച് ഗ്രഹങ്ങളെല്ലാം അനുകൂലമാണ്. അപ്പോൾ കന്യാരാശിക്ക് നേട്ടങ്ങൾ കൂടുതൽ വരാൻ പോകുന്ന ഒരു കാലഘട്ടമാണ്. പിന്നെ ഞങ്ങൾ പറയുന്ന രാശി എന്ന് പറയുന്നത് തുലാം രാശിയാണ്. തുലാം രാശി എന്ന് പറയുന്നത് ചിത്തിര അവസാന 2 പാദം, ചോതി, വിശാഖം ആദ്യ 3 പാദം. തുലാം രാശിക്ക് ശുക്രനുമൊക്കെ അനുകൂലമാണ്. ധനസ്ഥാനത്താണ് ഇവർക്ക് നേട്ടം വരുന്നത്. കൂടാതെ ശുക്രനെ
അങ്ങോട്ട് 7-ാം ഭാവത്തിലേക്ക് ഒരു ദൃഷ്ടി ഉള്ളപ്പോൾ നിങ്ങളുടെ 8-ാം ഭാവത്തിലാണ് ശുക്രൻ ദൃഷ്ടി ചെയ്യുന്നത്. അപ്പോൾ അല്പം ഈ ആരോഗ്യപരമായിട്ടുള്ള നേട്ടമൊക്കെ ഈ നേരത്തെ പറഞ്ഞ നേട്ടങ്ങളെ കൂടാതെ കിട്ടാൻ സാധ്യതയുണ്ട്. എങ്കിലും സൂര്യനും ചൊവ്വയും അവിടെ നിന്നുകൊണ്ട് സെയിം ഡയറക്ഷനിൽ നോക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. എങ്കിലും പൊതുവെ ഇവിടെ ശുക്രൻ മാത്രമല്ല, സർപ്പം, ശിഖി, ശനി, കൂടാതെ ഡിസംബർ 5-ാം തീയതി വ്യാഴവും അനുകൂലമായിട്ട് വരും. പിന്നെ കൂടാതെ ബുധൻ 23-ന് മാറുമെങ്കിലും തുലാത്തിലൊക്കെ വരുമെങ്കിലും ഡിസംബർ 6-ന് തിരിച്ച് ബുധൻ ഈ വൃശ്ചിക രാശിയിൽ വരും. അപ്പോൾ ആ സമയത്തൊക്കെ ഇവർക്ക് ഏതാണ്ട് ഒരു ഡിസംബർ 5, ഡിസംബർ 6 മുതൽ അസാമാന്യമായിട്ടുള്ള നേട്ടങ്ങൾ തുലാം രാശിക്കാരെ കാത്തിരിക്കുകയാണ്. പ്രത്യേകിച്ച് ധനുമാസം, അതായത് ഡിസംബർ 16 തൊട്ട് ഡിസംബർ 16 തൊട്ട് ജനുവരി 14 വരെ ധനുമാസത്തിൽ തുലാം രാശിക്ക് അത്യധികം നേട്ടം പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ നേരത്തെ തന്നെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ കാണാൻ ശ്രമിക്കുക. തുലാം രാശിക്കും നേട്ടമാണ് ഇവിടെ. കാര്യം മറ്റ് ഗ്രഹങ്ങളുടെയൊക്കെ ആനുകൂല്യം ഇവർക്ക് ലഭിക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഞങ്ങൾ പറയുന്ന രാശി എന്ന് പറയാൻ മകരം രാശിയാണ്. മകരം രാശി എന്ന് പറയുമ്പോൾ ഉത്രാടം അവസാന 3 പാദം, തിരുവോണം, അവിട്ടം ആദ്യ 2 പാദം. മകരം രാശിക്കും നേട്ടമാണ്. പ്രത്യേകിച്ച് ചന്ദ്രനെ കൂടാതെ തന്നെ ഈ പറഞ്ഞ തുടക്കം ദിവസങ്ങളിൽ, അതായത് നവംബർ 26 കഴിയുമ്പോൾ മകരം രാശിക്ക് ഇവിടെ അന്നത്തെ ദിവസം, അതായത് നവംബർ 26-ാം തീയതിത്തെ ഗ്രഹനില അനുസരിച്ച് ചന്ദ്രനെ കൂടാതെ തന്നെ 7 ഗ്രഹങ്ങൾ ഉണ്ട്, അനുകൂലമായിട്ടുണ്ട്. പിന്നെ ചന്ദ്രങ്ങൾ വരുമ്പോൾ 8 ഗ്രഹം. അപ്പോൾ താമസിക്കാതെ ഏതാണ്ട് നവംബർ 26-ന് അടുപ്പിച്ച് ഈ കന്നിരാശിയെക്കുറിച്ചും മകരം രാശിയെക്കുറിച്ചും ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇത് വീഡിയോ വരും. എനിവേ, സംഭവം ഡിസംബർ 20 വരെ ഈ ശുക്രൻ വൃശ്ചിക രാശിയിൽ നിൽക്കും. അതൊക്കെ ഈ 3 രാശിക്കാർക്ക് മാത്രമല്ല, 6 രാശിക്കാർക്ക് വേറെയും നേട്ടമാണ്. എങ്കിലും അവർക്ക് മറ്റ് ഗ്രഹങ്ങളുടെ ഒന്നും സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അത് പറയുന്നില്ല. മിഥുനം രാശിക്ക് ഇവിടെ അനുകൂലമല്ലാതെ ആയി വരികയാണ് ശുക്രൻ ഈ കാലയളവിൽ. അതുകൊണ്ടാണ് മിഥുനം രാശിയുടെ കാര്യം പറയാഞ്ഞത്. മിഥുനം ഈ പറഞ്ഞൊക്കെ ഏറ്റവും നല്ല ഫലം കിട്ടുന്ന ഒരു രാശിയാണ് ഇപ്പോൾ ഈ കാലയളവിൽ. എനിവേ, പ്രധാനമായിട്ടും തുലാം, കന്നി, മകരം ഈ 3 രാശിക്കാർക്കാണ് ഏറ്റവും കൂടുതൽ നേട്ടം ശുക്രൻ വഴി കിട്ടുന്നത്. പിന്നെ കൂടാതെ പ്രതികൂലമായിട്ട് നിൽക്കുന്ന 3 രാശിക്കാരുണ്ട്. അവർ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. കാര്യം ശുക്രൻ ഒരു ശുഭഗ്രഹമാണ്. കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. അത്യാവശ്യം ഗുണമൊന്നും ഉണ്ടാവില്ല. എങ്കിലും മറ്റ് ഗ്രഹങ്ങളുടെയൊക്കെ കുറച്ച് ആനുകൂല്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്യാവശ്യം ധനപരമൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ദയവേത് ഈ പറയുന്നതൊക്കെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പരമാവധി വീഡിയോസ് ഈ പറയുന്നതൊക്കെ ഓരോരോ മാറ്റങ്ങൾ വരുമ്പോഴൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ നേട്ടമുള്ളവരുടെയും ഏറ്റവും കൂടുതൽ ദോഷമുള്ളവരുടെയൊക്കെ കാര്യങ്ങൾ ഞങ്ങൾ അടിക്കടി വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ദയവേത് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കുക. തീർച്ചയായിട്ടും വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത ധനനേട്ടങ്ങൾ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.